മച്ചാ ഗുഡ് മോർണിംഗ്. മച്ചാ രാവിലെ അമ്പലത്തിലേക്ക് പോയി കട തുറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് ലേറ്റായി. കാര്യം ഇന്നലെ നൈറ്റാണ് ഞാൻ നിന്നത്. അപ്പോൾ നൈറ്റ് ഞാൻ 10 മണി വരെ നിന്ന്. അപ്പോൾ കടയിൽ ഒരു 9-9:30 മണിക്കിടയിൽ ഒരു കള്ളനും ഒരു കള്ളുകുടിയനും കൂടി ഏണി കയറാൻ വന്നു. നല്ല രസമായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ കള്ളുകുടിയന് നമ്മുടെ കടയിൽ ഉള്ളിൽ കയറി കിടക്കണം. ഞാൻ അവനെ കടയിൽ ഉള്ളിലാക്കി ഷട്ടർ അടയ്ക്കും. ഇവിടെ ഒന്ന് തൊഴുതിട്ട് പോള്. അപ്പോൾ അത് വെള്ളാട്ട് പോക്കം പോണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. കട്ടയിലെത്തിയപ്പോൾ നൈസ് പ്ലഗ്. ഇവിടെ നൈറ്റ് ആൾ കിടക്കുക. പാലവും മൂത്രമൊഴിച്ചൊന്നും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് കട ഓപ്പണാക്കി. കട ഓപ്പണാക്കി കഴിഞ്ഞപ്പോൾ നൈസ് മഴ. പിന്നെ ഒന്നും നോക്കാനില്ല, കച്ചവടം മഴ കൊണ്ടുപോയി. പിന്നെ അവിടെ നൈസായിട്ട് അങ്ങനെ ഇരുന്ന്. പിന്നെ ഒരു ടൈം സ്ലാബ് വീഡിയോ സെറ്റ് ചെയ്ത് കടയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ക്ലിപ്പൊക്കെ ഒന്ന് നേരാക്കി. അത് കഴിഞ്ഞ് ടിക്കറ്റ് പാർത്തിച്ച് സെറ്റ് ചെയ്ത് പാർത്തന്നെ മുഖ്യം ബിഗിൽ ടിക്കറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കവിത ചേച്ചി വന്ന് സ്റ്റൈലായിട്ട് സ്ഥലം കൊണ്ട് കൊടുത്ത്. ചേച്ചി നമ്മളെ കോവർക്കർ കണ്ട. അതെന്ന് ചോദിക്കുന്നത് വേറെ വർക്ക് നോക്കിക്കൂടെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കാണ് മച്ചാൻ ചെയ്യണം, അത് ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്ത് ചെയ്യാണ് വേറെ വർക്ക്. പരിപാടി കഴിഞ്ഞപ്പോൾ തട്ട് സൂപ്പറായി. കടയിലേക്കാണ് നീ മുടി വെട്ടാൻ പോയെന്ന് ചിന്ത വന്നിട്ടുണ്ടാവും. അതിപ്പോൾ ശരിയാക്കി തരാം. എനിക്ക് മാസത്തിൽ 4 ലീവ് ഉണ്ട്, കമ്പനി ലീവ്. ഇന്നോടെങ്കിൽ ലീവ് തുടങ്ങണേ. കൂടെയുള്ള ചേട്ടൻ നാട്ടിൽ പോയിക്കണേ. അപ്പം ചേട്ടൻ്റെ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കയറിയതാണ്. രാവിലെ കട ഓർക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് പോയി തുറന്നത്. അങ്ങനെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങി. പിന്നെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി. എനിക്ക് ടെൻഷൻ ഇതിൽ അധികമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ മസാജ് ചെയ്യും മാസത്തിൽ 1 പ്രാവശ്യം. അല്ലെങ്കിൽ ടിപ്പൊക്കെ തരും. അതൊക്കെ വെച്ചിട്ടാണ് വന്നത്. ഈ ബായിണ്ട ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്ത്. ഈ വീട്ടിൽ പോയി ഇനി കുളി പാസ്സാക്കണം, ഉറങ്ങണം, അതാണ് ഉദ്ദേശം. അപ്പോൾ വഴിക്ക് വെച്ച് സാധനം കണ്ടു വെച്ചാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സാധനം. ചൈനയിലൊക്കെ ഏതോ മരമാണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട്. പിന്നെ വീട്ടിൽ പോയി കുളിച്ച് ചിരിവെട്ട് സ്വപ്നം കൊണ്ട് നൈസായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി. മടിയനും ഉച്ച ഉറക്കം അത്യുത്തമം. പിന്നെ നൈസായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ കടമൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അച്ഛനെ നൈസായിട്ട് ഹെൽപ്പ് ചെയ്ത് അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കണം, അതുകൊണ്ട് ടെർഫിൽ കളി കാണാൻ വേണ്ടി വന്നു. ചായയും കുടിച്ച് ടെർഫിൽ നൈസായിട്ട് കളിയും കണ്ടിരുന്നു. ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ IMA റോഡിൽ അടിപൊളിയുണ്ട്. അവർ നൈസായിട്ട് എക്സസൈസിന് വേണ്ടി കളിക്കണേണ്. പക്ഷേ ഞാനത് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. കൊള്ളായിരുന്നു പരിപാടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ഭാഗ്യത്തിന് അവിടെ കമ്പനിക്കാരെയൊന്നും കണ്ടില്ല. കണ്ടെങ്കിൽ കളി നീണ്ടാനേ, പിന്നെ വീഡിയോൻ്റെ ലെങ്ത് കൂടിയാനേ. അപ്പോൾ ഓക്കെ വെച്ചാൽ ബൈ.